കുമളി സ്പ്രിംഗ് വാലിയിൽ ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കുത്തേറ്റ രാജീവിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയതായി പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ഇന്നലെ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് കുമളി സ്പ്രിംഗ് വാലിയിലെ കുരിശുമലയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിവരവെയാണ് രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. പ്രദേശത്ത് വന്യജീവി സാന്നിധ്യം പതിവായിട്ടും വനംവകുപ്പ് അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പീരുമേട് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് രാജീവിന്റെ ചികിത്സാ ചെലവിന്റെയും കുടുംബാംഗത്തിന്റെ ജോലിയുടെയും കാര്യത്തിൽ ധാരണയായതെന്ന് പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ പറഞ്ഞു. നമ്മുടെ പീരുമേട് തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം എത്തിച്ചേരുകയും ജനങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തു. DD നൽകിയ ഉറപ്പ്, ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു ഉറപ്പ്, മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന രാജീവിൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ വഹിക്കും എന്നുള്ളതാണ്. അത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, അദ്ദേഹം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ EDC മെമ്പേഴ്സാണ്. EDC മുഖേന കഴിയാവുന്ന സഹായങ്ങൾ തുടർന്നും ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഭാര്യയ്ക്ക് EDC മുഖേന ഒരു ജോലി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം ഇനി ദീർഘകാലത്തേക്ക് ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി DD, തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഏതാണ്ടൊരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം ആക്രമണകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടീൽ സുജോഗ് സുഭാഷ് റാവു അറിയിച്ചു. നിലവിൽ വനത്തിനുള്ളിലാണ് കാട്ടുപോത്ത് എന്നും പുറത്തേക്ക് വരാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പ്രദേശത്ത് വനപാലകരുടെ പെട്രോളിംഗ് ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾറെഡി നമുക്ക് ഇന്നലെ രാത്രി നമുക്ക് ഈ ഇഷ്യൂ സംഭവിച്ചതിന് ശേഷം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഡ്രൈവും അല്ലെങ്കിൽ ഡാർട്ടിങ്ങിന് വേണ്ടി ഓൾറെഡി ഡിസിഷൻ ഓർഡർ വന്നിട്ടുണ്ട്. അനുസരിച്ച് നമുക്ക് പരിപാടി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി സ്റ്റാഫുണ്ട്. ഡേ നൈറ്റിൽ അവിടെ ഫുൾ പെട്രോളിംഗ് ഉണ്ടാവും. മാറിയിട്ട് നമ്മുടെ സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. 2 ഡിവിഷനാണ്, കോട്ടയം ഡിവിഷനും പെരിയാർ ഡിവിഷനും. 2 ഡിവിഷന് സ്റ്റാഫ് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഉണ്ട്, നമുക്ക് സൈൻ ഉണ്ട്, സൈൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഒരു 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 കൺഫ്യൂഷൻ ആയതിനു ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. പക്ഷേ ഈ ടെറൈൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. അതുവരെ നമുക്കൊരു നമുക്കൊരു കണ്ടുപിടിച്ച് നമുക്കൊരു സൗകര്യമുള്ള ടൈം നമുക്ക് നോക്കിയിട്ട് അടുത്ത് എടുക്കാം ഉണ്ട്. നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റിനുള്ളിലാണോ ഉള്ളത്? യെസ്, അത് ഫോറസ്റ്റിലാണ്, ജസ്റ്റ് ബൗണ്ടറിയിലാണ്. പുറത്തേക്ക് വരാതിരിക്കാൻ നമുക്ക് പരമാവധി നമുക്ക് ഡ്രൈവ് ചെയ്യാം. അത് നമുക്കൊരു ഓർഡറില്ല അത് പറഞ്ഞത്. അതനുസരിച്ച് നമുക്ക് ആൾക്കാർ കുറച്ച് ആവശ്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഫുൾ ടൈം പെട്രോളിംഗ്. യെസ്, അത് ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ടാവും. ഡേയും ഉണ്ടാവും, നൈറ്റിലും ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവും. ഫെൻസിങ്ങിൻ്റെ ഓൾറെഡി നമുക്കൊരു നിലവിൽ ഫെൻസിങ് ഓൾറെഡി ഒരു 4 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ നിലവിൽ ഫെൻസിങ്ങിൻ്റെ നമുക്ക് പുതിയ ഫെൻസിങ്ങിന് വേണ്ടി ഓൾറെഡി നമുക്കൊരു ഫണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടെൻഡർ പ്രോസസ്സ് നമുക്ക് ഈ വിതിൻ 2 വീക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഫോർമാലിറ്റി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഫെൻസിങ് പരിപാടി തുടങ്ങാൻ പോകുന്നുണ്ട്. പരിക്കേറ്റ് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാജീവ് അപകടനില തരണം ചെയ്തു. കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള വനാതിർത്തിയിൽ ഫെൻസിംഗ് ചെയ്ത് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.